കെപിസിസി മുൻ അധ്യക്ഷൻ കെ സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി അണികൾ. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്യില്ല എന്നതുൾപ്പെടെ കടുത്ത പ്രഖ്യാപനങ്ങളാണ് പ്രവർത്തകർ നടത്തിയത്. കണ്ണൂരിലെ സുധാകരന്റെ വീട്ടിൽ നിരവധി പ്രവർത്തകരും റിജിൽ മാക്കുറ്റി, പി മുഹമ്മദ് ഷമ്മാസ് ഉൾപ്പെടെ നേതാക്കളും പിന്തുണയുമായി എത്തി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എന്തും സംഭവിക്കാം. പ്രവർത്തകരുടെ വികാരമാണ്. നമുക്കറിയാം, പിണറായി സർക്കാരും ഒരു യുദ്ധത്തിലാണ്. 10 വർഷക്കാലം പിന്നിട്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി യുദ്ധസമാനമായ രൂപത്തിലേക്ക് റൂളിംഗ് ഗവൺമെന്റ് മുമ്പോട്ട് പോവുക. അതിനെതിരെ ശക്തമായി നമ്മൾ തിരിച്ചടി കൊടുക്കണമെങ്കിൽ കോൺഗ്രസിൽ ഒരു ഐക്യം അനിവാര്യമാണ്. ആ ഐക്യത്തിന് വേണ്ടി കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ പുറത്തേക്ക് അയച്ചാൽ, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നാൽ ജനവികാരം എതിരായി മാറും. സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോഴും കരുതുന്നത് ബഹുമാന്യനായ കെ സുധാകരൻ MP അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്യില്ലെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞത്. ഇങ്ങനെയെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന വോട്ടുകൾ മുടക്കുമെന്നും ഒരു പ്രവർത്തകൻ പറഞ്ഞു. സുധാകരൻ ചെയ്ത പോലെ ഉപകാരം കണ്ണൂരിന് മറ്റാരും ചെയ്തിട്ടില്ല. നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം MP ആയി മത്സരിച്ചത്. സുധാകരൻ കേരളത്തിൽ വേണം, ഇല്ലെങ്കിൽ കോൺഗ്രസിനുള്ള വോട്ടുകൾ മുടക്കും, ഒരു പ്രവർത്തകൻ പറഞ്ഞു. കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസിന്റെ എല്ലാമാണെന്ന് റിജിൽ മാക്കുറ്റി പ്രതികരിച്ചു. സീറ്റ് കൊടുക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. കെ സുധാകരന്റെ ആഗ്രഹം നടക്കുമെന്നാണ് കണ്ണൂരിലെ പ്രവർത്തകരുടെ ആഗ്രഹം. MP-മാർ മത്സരിക്കേണ്ട എന്ന് പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. സുധാകരന്റെ കൂടെയുണ്ടാകുമെന്നും റിജിൽ മാക്കുറ്റി പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.